ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫാമിലി വീക്ക് ആരംഭിച്ചു. ഓരോ മത്സരാർത്ഥികളെയും കാണുവാൻ വേണ്ടി അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ആ വീടിനുള്ളിലേക്ക് വരികയും അവരുമായിട്ടുള്ള സ്നേഹ സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കിടുകയും ചെയ്യുമ്പോൾ അതിനിടയിലൊക്കെ ആവർത്തിച്ച് ബിഗ് ബോസ് എടുത്തു കാണിക്കുന്ന ഒരു മുഖമുണ്ട്. അത് അഭിഷേക് ശ്രീകുമാറിൻ്റെതാണ്. നമുക്കറിയാം, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അഭിഷേകിന്റെ അമ്മ തന്നോട് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ മാതൃസ്നേഹത്തിന്റെ അഭാവം നന്നായി തിരിച്ചറിയുന്ന അഭിഷേകിന്റെ ഓരോരോ ചെറുചലനങ്ങൾ പോലും ബിഗ് ബോസിലെ ക്യാമറകൾ ആ സമയത്ത് സസൂക്ഷ്മം വീക്ഷിക്കുകയും പുറം ലോകത്തെ കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു നൊമ്പര കാഴ്ച തന്നെയായിരുന്നു. അതെ, ഇന്ന് നമ്മുടെ അപ്സരയുടെ അമ്മ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അഭിഷേകിനോട് പറഞ്ഞൊരു വാക്കുണ്ട്: മോന്റെ സ്വന്തം അമ്മ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ വാക്കുകൾ അയാളിൽ നൊമ്പരമുളവാക്കിയിട്ടുണ്ട്. പിന്നീട് ഋഷിയുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, ഞാൻ എഴുതിയ ആ കത്ത് പുറത്ത് വലിയ സീനായി മാറിയിട്ടുണ്ടല്ലോ എന്ന്. അമ്മയ്ക്ക് കത്ത് എഴുതിയത് വായിക്കുമ്പോൾ തന്നെ അഭിഷേക് ആ കൂട്ടത്തിൽ ഇങ്ങനെ ലാലേട്ടനോട് പറഞ്ഞു: ലാലേട്ട, ഞാൻ ഒരിക്കലും സഹതാപം പിടിച്ചു പറ്റുവാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്റെ പ്രശ്നങ്ങൾ അത് എന്റേത് മാത്രമാണ്. അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി മറ്റുള്ളവരെന്നെ സഹതാപത്തോട് നോക്കുന്നത് കാണുവാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്വയം പ്രചോദിപ്പിച്ച് മുന്നേറുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ. ഇതൊക്കെ താൻ പറയുമ്പോഴും തൻ്റെ അമ്മയ്ക്ക് താൻ അന്ന് എഴുതിയ ജീവിതഗന്ധിയായ ആ കത്ത് വായിച്ചപ്പോൾ, അത് കേട്ടപ്പോൾ കണ്ണു നനയാത്ത പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ വേർപാടിന്റെ വേദന ഉള്ളിലൊതുക്കി നഷ്ടപ്പെടലിന്റെ ഒറ്റപ്പെടലിലും സ്വയം പ്രചോദിപ്പിക്കുക എന്ന പ്രത്യയശാസ്ത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അഭിഷേകിനോട് ഹൃദയത്തിൽ ആദരവാണ് തോന്നുന്നത്. ഒരു 3ാം ക്ലാസ്സുകാരൻ അന്ന് രാത്രിയിൽ ഉള്ളിൽ ഒരു വിങ്ങലായി വീർപ്പുമുട്ടലായി നിലകൊണ്ടിരുന്നു. അഭിഷേക് തന്റെ അമ്മയ്ക്ക് എഴുതിയ കത്തിലെ വരികൾ കേട്ടുകൊണ്ട് ഒരുപക്ഷെ അങ്ങ് അകലെ അനന്തവിഹായസിൽ എവിടെയോ നിന്നുകൊണ്ട് തന്റെ അമ്മ മകനു വേണ്ടി നൽകുന്ന സ്വാന്തനം അതായിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് വീടിൽ പലയാവർത്തി പെയ്തിറങ്ങിയ മഴത്തുള്ളികളായി മാറിയത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അഭിഷേകിനെ കുറിച്ച് ആരോ എഴുതിയ ചില വരികൾ ഹൃദയത്തിൽ വല്ലാത്തൊരു നൊമ്പരമുളവാക്കി. ആകാശച്ചെരുവിലെ ചന്ദ്രകാന്തമായി നിലാവിന്റെ പൊയ്കയിലേറി നീ ഉറങ്ങിയോ എന്ന് എല്ലാ രാത്രികളിലും അമ്മ വന്ന് അന്വേഷിക്കാറുണ്ട്. നിറഞ്ഞ മനസ്സോടെ അമ്മ നിന്നെ നോക്കി പുഞ്ചിരിക്കാറുണ്ട്. അഭിഷേക്, നീ ഇത് അറിയുന്നുണ്ടോ? നീ വിതുമ്പുന്നത് അമ്മ അറിയാറുണ്ട്. ഒരു കുഞ്ഞു തെന്നലായി അമ്മ നിന്റെ മുടിയിഴകളെ മെല്ലെ തഴുകി കടന്നു പോകാറുണ്ട്. നീ ഒറ്റയ്ക്കാവുമ്പോൾ അമ്മ ഋതുക്കൾക്കൊപ്പം നിന്നെ തേടി വരാറുണ്ട്. ശൈത്യമായും വേനലായും ഹേമന്തമായും ശിശിരമായും അങ്ങനെ അങ്ങനെ. നിനക്കറിയുമോ അഭിഷേക്, ചക്രവാള സീമയിലെ ചുവപ്പ് അമ്മയുടെ സിന്ദൂരമാണ്. പുലരിയിലെ കിരണങ്ങൾ നിന്നെ വന്ന് കിടക്കയിൽ ആലിംഗനം ചെയ്യാറില്ലേ? അത് അമ്മയുടെ തേജസ്സാണ്. ആഴിയുടെ അഗാധതയേക്കാൾ സ്നേഹമുണ്ട് അമ്മയ്ക്ക് ഈ മോനോട്. അതെ, ജനിമൃതികളെ അതിജീവിക്കുന്ന ആഴമേറിയ സ്നേഹം. എത്ര മനോഹരമായ വരികൾ! ബിഗ് ബോസിൽ വരുന്ന ഓരോ അമ്മമാരും നിർദ്ദിഷ്ട സമയം കഴിയുമ്പോൾ അവിടെ നിന്നും പടിയിറങ്ങും. പക്ഷേ അഭിഷേക്, താങ്കളുടെ അമ്മ മാത്രം അവിടെ നിന്ന് പടിയിറങ്ങാറില്ല. താങ്കൾ അവിടെ നിന്നും മടങ്ങിപ്പോകുന്ന സമയം വരെ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ അമ്മയും ഉണ്ടാകും. ഒരദൃശ്യ സാന്നിധ്യമായി അമ്മ ഇപ്പോഴും എപ്പോഴും താങ്കൾക്ക് ചുറ്റിലും സ്നേഹത്തിന്റെ വലയം തീർത്തുകൊണ്ട് നിലകൊള്ളുന്നുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ തീരുന്നതേ ഉള്ളൂ എല്ലാ സങ്കടങ്ങളും.